ഗുഡ് മോർണിംഗ് എവരിബഡി. ലിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷ് കോമൺ കോഴ്സായ ട്രാൻസാക്ഷൻസ് എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എന്ന പേപ്പറാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. ഒന്നാമത്തെ ചാപ്റ്റർ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ രണ്ടാം ഭാഗത്താണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വവൽ സൗണ്ടിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി അവതരിപ്പിച്ചു. നിങ്ങൾ വവൽ സൗണ്ട് ശരിക്കും പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസത്തെ ക്ലാസ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അടുത്ത ദിവസത്തിൽ ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ നൽകുന്ന ഉദാഹരണങ്ങൾക്കപ്പുറത്ത് പുതിയ ഉദാഹരണങ്ങൾ കണ്ടെത്തുകയും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ to the next part of our class, which is consonants. Consonants are sounds produced by completely or partially stopping the flow of air breathed out through the mouth are called consonants. The sounds produced by completely or partially stopping the flow of air breathed out through the mouth. Completely or partially stopping the flow of air breathed out through the mouth, some words are produced, some sounds are produced. These sounds are called consonants. നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് വായിലൂടെയുള്ള എയർ സ്ട്രീം അത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനൊരു തടസ്സം വരുന്നു. ദർ ഇസ് എ ഫ്രിക്ഷൻ ഓർ ദർ ഇസ് എ എന്താ പറയുക, ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. ഒരു ക്ലോഷർ, കംപ്ലീറ്റ് ക്ലോഷർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മിനിമൽ ക്ലോഷർ ഉണ്ടാകുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന, ഇങ്ങനെ ഉച്ചരിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയാം. അതിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി സ്റ്റോപ്പിംഗ് ദ ഫ്ലോ ഓഫ് എയർ ബ്രീത്hed out through the mouth are called consonants. There are 24 consonants in English as shown below. The letters in bold indicate the sounds in words. In the last class we also discussed there were 44 sounds in English, 20 are vowels and 24 are consonants, and we discussed what were the vowel sounds, and today we are going to discuss the consonant sounds. ഇന്ന് നമ്മൾ കോൺസണന്റ് സൗണ്ടുകളെ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഉച്ചരിക്കുന്നത് നിങ്ങൾ കൃത്യമായി കേൾക്കുകയും അതേപോലെ ഉച്ചരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കോൺസണന്റ് സൗണ്ടുകൾ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ആ കൊടുത്ത രൂപത്തിൽ തന്നെ അതിനെഴുതണം. ഒരു സ്ലാഷ്, രണ്ട് സ്ലാഷുകൾക്കിടയിലാണ് അക്ഷരങ്ങൾ, സൗണ്ടുകൾ എഴുതിയിട്ടുള്ളത്. ആ സൗണ്ടുകളുടെ സിമ്പിൾസ്, സൗണ്ട് സിമ്പിൾസ് എഴുതിയിട്ടുള്ളത്. ആ സൗണ്ട് സിമ്പിൾസ് തന്നെ എക്സാമ്പിളിലൂടെ നെക്സ്റ്റ് കോളത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിരവധി ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഉച്ചരിച്ച് പഠിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട്. വാട്ട് ഐ ഹാവ് ടു റിക്വസ്റ്റ് യു ഈസ് you should practice the words that were given in our textbook, and unless we could not practice, or if we could not practice the words, we could not get the real pronunciation of the words. Practice is the way to understand how to produce the words. ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ടതാണ്. നിങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, കോളേജ് തുറന്നിട്ടില്ല. ഈ സമയത്ത് നിങ്ങൾ ഈ വാക്കുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കോളേജിൽ വരുന്ന സമയത്ത് നമുക്ക് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള അവസരമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ ലെറ്റ് us start with the sounds. Okay, the first sound is p. p is നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകളും കൃത്യമായി പൂട്ടിയതിന് ശേഷമാണ് നമുക്ക്
പ് എന്ന സൗണ്ട് ഉച്ചരിക്കാൻ പറ്റുക. പ് പ് അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. പാക്ക് പാക്ക് പാക്ക്. രണ്ടാമത്തെ സൗണ്ട് ബ് 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 ബ്. എക്സാമ്പിൾ ബേബി ബേബി. മൂന്നാമത്തെ സൗണ്ട് ട് ട് ട്. ട് എന്ന് പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകുന്നത് വായയുടെ രണ്ട് സൈഡിലൂടെയാണ്. ട് നാവിൻ്റെ രണ്ട് സൈഡിലൂടെ. ട് ട് ട്. നാവിൻ്റെ സെൻറ്റർ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ട്. ടോസ്റ്റ് ടോസ്റ്റ് ടോസ്റ്റ്. നെക്സ്റ്റ് ഡേ 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 എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് പിന്നെ ഒരു ഫ്രിക്ഷൻ നമ്മുടെ തൊണ്ടയുടെ ഈ ആഡംസ് ആപ്പിളിൻ്റെ ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള സൗണ്ടുകളെ നമ്മൾ വോയിസ്ഡ് സൗണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ബ് വോയിസ്ഡ് സൗണ്ടാണ്. പ് ബ് പ് എന്ന് ഉച്ചരിക്കുമ്പം ഒരു വൈബ്രേഷൻ ഇല്ല. ബ് ബ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് കൈ വെച്ച് നോക്കിയാൽ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ബ് ബ്. ഇത് രണ്ടും പിന്നെ പ് വോയിസ്ലെസ് ആണ്, ബ് വോയിസ്ഡ് ആണ്. ട് വോയിസ്ലെസ് ആണ്, ഡ് വോയിസ്ഡ് ആണ്. നെക്സ്റ്റ് ക്ക് 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 എന്ന സൗണ്ട്. ക്ക് എന്ന സൗണ്ട് ക്ക് എന്ന സൗണ്ട് ക്ക് കൈറ്റ്. ക്ക് 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 എന്ന് പറയുമ്പോഴും നാവിൻ്റെ ഏകദേശം പിൻഭാഗം മുകളിലുള്ള പിന്നെ അത് നമ്മൾ സോഫ്റ്റ് പലൈറ്റ് ഹാർഡ് പലൈറ്റ് എന്ന് പറയും. മുകളിലുള്ള ഹാർഡ് പലൈറ്റിൽ പോയിട്ട് ടച്ച് ചെയ്യുകയും രണ്ട് സൈഡിലൂടെ എയർ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഖ് 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 കൈറ്റ്. മൂന്നാമത്തത് നെക്സ്റ്റ് സൗണ്ട് ഗ ഗ. ഖ് എന്നതിൻ്റെ വോയിസ്ഡ് സൗണ്ടാണ് ഗ ഗ ഗ. ഗൺ. എക്സാമ്പിൾ ഗൺ ഗൺ ഗെയിം ഗോസ്റ്റ് ഗ്രേറ്റ് ബിഗിൻ എഗ്. ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ച് 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 എന്ന ശബ്ദം എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ സിമ്പൽ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഒരു ട് എന്നതിൻ്റെ ഒരു സിമ്പലും അതേപോലെ നമ്മൾ ഇംഗ്ലീഷിലെ ലെറ്റർ എസ് എഴുതുന്നതിൻ്റെ ഒരു മറ്റൊരു രൂപം അത് നീട്ടിയിട്ട് എഴുതണം. നിങ്ങളതിൽ ലെറ്റർ ശ്രദ്ധിക്കുമല്ലോ. വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ട്. ഇതാണ് ഇതിൻ്റെ രൂപം. ഉച്ചരിക്കൽ ഛ് ച ചി ചു നമ്മൾ പറയല്ലോ. മലയാളത്തിൽ ച എന്നൊരു ചർച്ച എന്നൊക്കെയുള്ള ഒരു അക്ഷരം ഉണ്ടല്ലോ, ച, അതിൻ്റെതാണ്. ചെയിൻ ഫ്യൂച്ചർ 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 എന്നതിലെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. TURE ആണ് അവസാനം വരുന്നത്. പക്ഷേ അതിൻ്റെ സൗണ്ട് സിമ്പൽ എന്താണ്? ച. ഫ്യൂച്ചർ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചർ. അടുത്ത സൗണ്ട് നെക്സ്റ്റ് സൗണ്ട് ജ് ജ് എന്ന സൗണ്ട് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ജ് ആദ്യം എഴുതിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു 3 പോലത്തെ ഒരു ഇതാണ്. അത് എഴുതുമ്പം കുറച്ച് ഭാഗം താഴോട്ടാണ് വന്നിട്ടുള്ളത്. അതങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ എഴുതണം. രണ്ടും സെയിം ലെവലിലല്ല എഴുതിയിട്ടുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. കുറച്ച് ഭാഗം താഴോട്ട് വന്നിട്ടുണ്ട്. ഉച്ചാരണം ജ്. മലയാളത്തിലുള്ള ജ അക്ഷരത്തിൻ്റെ സമാനമായിട്ടുള്ള ഒന്നാണ് ജ്. ജയിൽ ജിറാഫ്. ഒരുപാട് അക്ഷരങ്ങൾ ഇതിൽ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ജനറൽ, ജിയാൻറ്റ്, സജസ്റ്റ്, ഈജിപ്ത്, എനർജി, ജാം, ജൂൺ, ജഡ്ജ്, ബ്രിഡ്ജ്. പലതരത്തിലുള്ള അക്ഷരങ്ങൾ ഇതിൽ വരുന്നത്. സാധാരണ ജെ, നമ്മളെ ഇംഗ്ലീഷ് ലെറ്റർ ജെ, ജി ഒക്കെ വരുമ്പോൾ ഈ ഒരു ഉച്ചാരണം വരും, ജ്. ച് എന്നതിന് വേണ്ടി നമ്മൾ CH വരുമ്പോൾ ചെയിൻ, CH, അങ്ങനെ ചൂസ്, ടീച്ചർ, കിച്ചൺ, ഇതൊക്കെ ച അക്ഷരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ച അക്ഷരമാണ് വരുന്ന വാക്കുകളാണ്. അപ്പോൾ CH വന്നാൽ, TCH വന്നാൽ, ടി വന്നാലൊക്കെ
ഈ ഒരു അക്ഷരം, ഈ ഒരു സൗണ്ട് നമ്മൾ ഉപയോഗിക്കും. നെക്സ്റ്റ് ഫ്. ഫ് ഫ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് ഫ് നമ്മളുടെ താഴെ ചുണ്ട് മുകളിലെ പല്ലിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആണ് ഉച്ചരിക്കുന്നത്. ഫ് ഫ് താഴെ ചുണ്ട് മുകളിലെ പല്ലിൽ. ഫ് ഫ്. ഫാൻ ഫാൻ. ഫാസ്റ്റ് ഫണ്ട്. ഫോട്ടോ ഫോട്ടോ. ഫോട്ടോക്ക് PH എന്ന അക്ഷരങ്ങളാണ് വരുന്നത്. നമുക്കറിയാം ഫോട്ടോൻ്റെ സ്പെല്ലിങ് PHOTO ആണ്, ഫോട്ടോ. പക്ഷെ അതിൻ്റെ സൗണ്ട് സിമ്പൽ ഫ് ആണ്. ഫൺ ഫൺ. ഫോൺ ഫോൺ എഴുതൽ നമുക്കറിയാമല്ലോ PHONE ആണ്, പക്ഷെ സൗണ്ട് സിമ്പൽ വരുന്നത് F ആണ്. ഫ് ഫ്. F അല്ല, ഫ്. ഫോൺ ഫോൺ. ഓക്കെ. നെക്സ്റ്റ് സൗണ്ട് വ്. വ് വ് നേരത്തെ ഉച്ചരിച്ചതുപോലെ തന്നെ താഴെ ചുണ്ട് മുകളിലെ പല്ലിലേക്ക് കൊണ്ടുപോയാണ് ഉച്ചരിക്കുന്നത്. വ് 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 വ്. വാൻ വാൻ വാൻ. വാസ്റ്റ് വിവിഡ്. ബിലീവ് 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 ബിലീവ്. ഇൻവെസ്റ്റ്. ആക്റ്റീവ് 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 എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കണം. ആക്റ്റീവ് ആക്റ്റീവ് അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ആക്റ്റീവ് എന്ന് സൈലൻ്റ് ആയി പോകാൻ പാടില്ല. അവസാനം ആക്റ്റീവ്. ഹാവ് 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 എന്ന് ചിലർ ഉച്ചരിക്കും. ഫ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഒരു ശക്തമായൊരു വ് മതി. ഹാവ് 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 ഹാവ്. ഓക്കെ. നെക്സ്റ്റ് സൗണ്ട് സ്. വളരെ എളുപ്പമുള്ളൊരു സൗണ്ടാണ് സ്. സൺ സൺ. സെൻറ്റ സെൻറ്റ എന്ന് എഴുതുമ്പോൾ സി ആണ് ആദ്യത്തെ അക്ഷരം, പക്ഷെ ഉച്ചാരണം സ് ആണ്. സെൻറ്റ. സെല്ലാർ. സിഗരറ്റ് ഒക്കെ സി ആണ്. സെൻറ്റ് സെൻറ്റ്. പ്ലീസ് സെൻഡ് മീ. സെൻറ്റ്. സിമ്പിൾ സിമ്പിൾ. ലാസ്റ്റ്. സീൻ. സയൻസ്. സെൻറ്റ്. ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ വാക്കുകൾ സ് ശബ്ദത്തിലുണ്ട്. നിങ്ങൾ ഉച്ചരിച്ച് പഠിക്കണം. നെക്സ്റ്റ് സൗണ്ട് ഈസ് സ്. സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ത്. ത് ത് എന്ന സൗണ്ട് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പൂജ്യം ഇടുക. പൂജ്യം ഇടുന്ന സമയത്ത് അത് ദീർഘത്തിലുള്ള പൂജ്യമാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു വര വരയ്ക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും ആ പിക്ചർ എന്ന് തോന്നുന്നു. ത് ത് എന്ന് ഉച്ചരിക്കുന്നത് തിങ് തിങ്ക്. 30 30 31 30. ത്. എർത്ത് എർത്ത്. അതോറിറ്റി അതോറിറ്റി അതോറിറ്റി. തോ ആണ് കേട്ടോ, അതോറിറ്റി. ത് 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 പ്രത്യേകിച്ചും നമ്മൾ അതിൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സൗണ്ട് ദ്. ദ്. അത് എഴുതുന്നതിൻ്റെ സിമ്പൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതെങ്ങനെ വിശദീകരിച്ച് തരണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഈ തലതിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്തിട്ടൊരു വരയാണ് അതുള്ളത്. ചെറിയായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വര. നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. ദ് എന്ന വാക്ക് ഉച്ചാരണം ദ് ആണ്. ദ് ത് എന്നതിൻ്റെ വോയിസ്ഡ് സൗണ്ടാണ് ദ്. ദർ, ദോസ്, റിതം, ബ്രദർ, ബ്രദർ, ദ്, ബ്രദർ, വെദർ, ദാറ്റ്, ദ്, ദാറ്റ്. ഈ ഉച്ചാരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് സൗണ്ട് സ്. സൂ. സീഡ്സ്. സോറി, സീഡ്സ്. 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 നമ്മളെ സീഡ് ഉണ്ടല്ലോ, ഈ വിത്തുകൾ എന്നുള്ള സീഡ്. സീഡിൻ്റെ ജ് അക്ഷരത്തിൻ്റെ ശേഷം എസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം സ് ആയിരിക്കും. സീഡ്സ് സീഡ്സ് സീഡ്സ്. പ്രസൻറ്റ്. നമ്മൾ പ്രസൻറ്റ് പറയല്ലോ, അതിൻ്റെ പ്രസൻറ്റിൻ്റെ ഉച്ചാരണം സെഡ് ആണ് ഉച്ചാരണം. എസ് ആണ് എഴുതൽ, പക്ഷെ ഉച്ചാരണം പ്രസൻറ്റ്
reason, reason, realism, advise, always, is നമ്മൾ സാധാരണ ദാറ്റ് ഈസ്, ദിസ് ഈസ് എന്ന് പറയില്ല. ഈസ് അല്ല, സ് അല്ല ഉച്ചാരണം, സ് ആണ്. ദാറ്റ് ഈസ്, ദിസ് ഈസ്, there is, there is, was, മറ്റൊരു ഉച്ചാരണമാണ് was. സാധാരണ there was a king in our history, was. Mozart, Nazi, 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 വാർഡ്സ്, അങ്ങനെ ഒരുപാട് ഉച്ചാരണങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എസ് അക്ഷരങ്ങൾ, എസ് എന്ന ലെറ്റർ വരുന്ന സ്ഥലത്തൊക്കെ പല സ്ഥലത്തും സെഡ് ഉച്ചാരണമാണ്. നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതണം. പരീക്ഷയ്ക്ക് ഇവിടെ നിന്നൊക്കെ ചോദിക്കും, ഇതിൻ്റെ ഉച്ചാരണം എന്താണെന്ന് ചോദിക്കും. ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിൻ്റെ ചില അക്ഷരത്തിൻ്റെ താഴെ വര വരച്ചിട്ട് ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് എഴുതി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരം സ്. നെക്സ്റ്റ് അക്ഷരം ഷ്. ഷ്, ഷ്. ആ ഷ് എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയെന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഷ് കണ്ടല്ലോ. ഷാമ്പെയിൻ ഉദാഹരണങ്ങൾ: ഷൂ, ഷഫ്, ഷാമ്പെയിൻ, ഷാപ്പ്, പുഷ്, ഓഷ്യൻ. ഓഷ്യൻ എന്ന വാക്ക് എഴുതുമ്പോൾ സ്പെല്ലിംഗ് അറിയാലോ, OCEN. സി ആണ് വരുന്നത്, പക്ഷെ ഉച്ചാരണം ഷ് ആണ്. ഓഷ്യൻ, ഓഷ്യൻ. സോഷ്യൽ, സോഷ്യൽ, നമ്മൾ സൊസൈറ്റിയുടെ സോഷ്യൽ എന്ന് പറയുമല്ലോ, അപ്പോൾ അതിൽ ഷ് ആണ് ഉച്ചാരണം. സോഷ്യൽ, സോഷ്യൽ, ഷ്. നിങ്ങൾ ശരിക്ക് പഠിക്കുക. നെക്സ്റ്റ് ഉച്ചാരണം ഴ്. നേരത്തെ നമ്മളിപ്പോൾ പഠിച്ചത് ഷ്, ഷ്. ഇനി പഠിക്കാൻ പോകുന്നത് ഷ്, ഷ്, ഷ്. ഡിസിഷൻ. ഉദാഹരണം നോക്കൂ, നമ്മുടെ ഈ സ്ലൈഡിൽ കൊടുത്ത ഉദാഹരണം നോക്കൂ. പ്ലഷർ, പ്ലഷർ, ഷ്, ഷ്, പ്ലഷർ. യൂഷ്വൽ, വിഷൻ. വിഷൻ എന്നല്ല നമ്മൾ പറയേണ്ടത്, ഷ അല്ല, വിഷൻ, വിഷൻ. ട്രഷർ, ഒക്കേഷൻ, മിറാഷ്, ഗാരേഷ്, ഗാരേഷ്, സോറി, ഗാരേഷ്. ഇങ്ങനെയൊക്കെ. ഡിസിഷൻ, ഷ അല്ല, നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന നേരത്തെ നമ്മൾ പഠിച്ച ഷ അല്ല ഇതിൻ്റെ ഉച്ചാരണം, ഷ്, ഷ്, ഷ്. ഡിസിഷൻ, ഷ്. പ്ലഷർ, പ്ലഷർ, ഷ്, പ്ലഷർ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം ഈ ഒരു ഉച്ചാരണം. ഇതാണ് മറ്റൊന്ന് നമുക്ക് തെറ്റുന്നത്. നെക്സ്റ്റ് വേർഡ്, നെക്സ്റ്റ് സൗണ്ട് ഹ്. ഹ്, ഹെയ, ഹ്. ഹോഴ്സ്, ഹോഴ്സ്. In some words, he may be silent. He is silent in words like our, honest, honor. There is no he. Honor എന്നല്ല നമ്മൾ പറയേണ്ടത്, ഓ. നേരത്തെ നമ്മൾ വവൽ സൗണ്ട് ഓ, ആ ഓ മാത്രം മതി. ഓണർ, ഓണസ്റ്റ്. നോ ഹോണസ്റ്റ്. ഹോണസ്റ്റി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓണസ്റ്റി, ഓണസ്റ്റി. അവർ, ദിസ് ഈസ് സെക്കൻഡ് അവർ, ദിസ് ഈസ് തേർഡ് അവർ, അവർ. ഓക്കെ, എച്ച് അവിടെ സൈലൻ്റ്. ഹ് അക്ഷരം, ഹ് സൗണ്ട് സൈലൻ്റ് ആയിരിക്കും, ശ്രദ്ധിക്കുമല്ലോ. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി മ്. മ്, മേക്ക്, കോമൺ, സമ്മർ, മൗസ്, മൗസ്. നെയിം, ടീം. ഓക്കെ, മ്. നെക്സ്റ്റ് സൗണ്ട് നമ്മൾ എൻ സൗണ്ടിൻ്റെ നെസ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ എ എന്ന സൗണ്ട് കൂടെ കൂടുമ്പോൾ നെ. നെസ്റ്റ്, നെസ്റ്റ്. നാപ്കിൻ, ഫണി. സ്റ്റുഡൻറ്റ്, 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 സ്റ്റുഡൻറ്റ്. കൈൻഡ്നെസ്,
ചാൻ. ഓക്കെ, ന്. അടുത്ത സൗണ്ട് ങ്. അത് നമ്മൾ കാണാത്ത ഒരു സിമ്പലാണ്. ങ് എഴുതുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻ എന്ന് എഴുതുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് താഴോട്ട് കൊണ്ടുവന്ന് കുറച്ചൊന്ന് ചിരിക്കുക. ങ്. ഉച്ചാരണം ങ്. മലയാളത്തിൽ ങ് ഉണ്ട്. ങ്. കിങ്, കിങ്, സിങ്, ബാങ്, ലോങ്, ടങ്, ഫിംഗർ, anger, angry, angry, ng, anger, angry, ng. ഓക്കെ, ng സൗണ്ട് നിങ്ങൾ പരിചയപ്പെട്ടു. നെക്സ്റ്റ് സൗണ്ടാണ്. ലവ്, ലൈറ്റ്, ക്ലാസ്, സ്ലിം, പ്ലേസ്, ഓൾഡ്, nicely, table, all. സൗണ്ട് തന്നെ പല രീതിയിൽ അതിൻ്റെ ഉച്ചാരണം വരും. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എലഫോൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സൗണ്ടാണ്. ഇപ്പോൾ ആർ സൗണ്ട്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആർ സൗണ്ടിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണങ്ങളുണ്ട്. ഓക്കെ, ലവ്, ലവ്, ലവ്. നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അല്ല, കുറച്ചും കൂടെ ഇല്ലതിലേക്ക് പോയിട്ട് നമ്മളെ ള ശബ്ദത്തിൻ്റെ ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ആ ഉച്ചാരണം. ലൈറ്റ്, ക്ലാസ്, സ്ലിം. ഓക്കെ, നെക്സ്റ്റ് സൗണ്ട് റൈൻ, റിംഗ്, റൈസ്, ബ്രീഫ്, grow, track, hurry, turn, 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 more, more. ഈ ടേൺ, മോർ എന്നതിലൊക്കെ ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. സൗണ്ട് നിങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് സൗണ്ട് യ എന്ന മലയാളത്തിലെ അക്ഷരത്തിൻ്റെ യ്. അത് എഴുതുന്ന രൂപം നോക്കുക, ഒരു ജ രൂപത്തിലാണ് അതിൻ്റെ സിമ്പൽ വരുന്നത്. യസ്, യെല്ലോ, യങ്, യൂറോപ്പ്. യൂറോപ്പ് എന്നതിൻ്റെ സ്പെല്ലിങ് നമുക്കറിയാം. EUROPE എന്നുള്ള യു ആണ് ആദ്യം വരുന്നത്. പക്ഷെ അതിൻ്റെ ഉച്ചാരണം യൂറോപ്പ് അല്ല, പകരം യൂറോപ്പ്. യൂറോപ്പ്. യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ അക്ഷരം ഉ ആണ്, നമുക്കറിയാം. യൂണിവേഴ്സിറ്റി അല്ല നമ്മൾ ഉച്ചരിക്കൽ, പകരം യൂണിവേഴ്സിറ്റി. യൂണിയൻ, യൂണിയൻ. ഡ്യൂറിങ്, ഡ്യൂറിങ്, D+U, ഡ്യൂറിങ്. ക്യൂ, ക്യൂ. ഇങ്ങനെയൊക്കെയുള്ള ഉച്ചാരണങ്ങളുണ്ട്. നെക്സ്റ്റ് സൗണ്ട് വ. നേരത്തെ നമ്മൾ പഠിച്ചു. എന്നതിൽ അതിൻ്റെ ഒരു വോയിസ്ഡ് സൗണ്ടാണ്. ഉച്ചരിക്കുമ്പോൾ വായ കുറച്ചും കൂടെ പിന്നെ ഫോൾഡ്, അതിനെങ്ങനെ എന്താ പറയുക, റൗണ്ടിലാക്കണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. വാൾ, വാർ, സുയ, സ്വയം, 20, ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ, വാട്ട്. സൗണ്ടിൽ നമ്മൾ രണ്ടും ശരിക്കും കൃത്യമായി ടച്ച് ചെയ്തിട്ടാണ് അത് വരുന്നത്. സൗണ്ടിൽ ശരിക്കും ടച്ച് ചെയ്യുന്നില്ല, ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സൗണ്ടൊക്കെ ഇത് വവൽ സൗണ്ടിൽ പെട്ടതാണോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ട്. പുതിയ ലിംഗ്വിസ്റ്റിക്സിലൊക്കെ ഇതിനെ വവൽ സൗണ്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ മാറ്റിയിട്ട് മറ്റു പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഉച്ചാരണം ന്റെ വ്യത്യാസം. നിങ്ങൾക്കറിയാം, നമ്മുടെ വി സൗണ്ട്, വിയുടെ വി സിമ്പിൾ പോലെ വരുന്ന അതിന് പകരം വാട്ടർ, വാൾ, വാർ, swim, swim, 20.
ഇതോടുകൂടി നമ്മൾ നമ്മുടെ വവൽ സൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞു. വവൽ സൗണ്ട്സ് നമുക്കറിയാം 24 ഉണ്ട്. 24 നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കൃത്യമായി പഠിക്കണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ചില ഉച്ചാരണങ്ങൾ പറയും, അതിൻ്റെ ഒരു വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ ചില ഉച്ചാരണങ്ങൾ പറയും, ആ ഉച്ചാരണങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഏത് സൗണ്ടാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഒന്നാമത്തെ ഉച്ചാരണം ദ്. ദ് ദ്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വാക്കാണ് നിങ്ങൾ ഇതിന് പകരം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി എഴുതേണ്ടത് ദ്. നെക്സ്റ്റ് ഷ്. ഷ് ഷ് ഷ്. ഓക്കെ, ഷ്. അതിൻ്റെ ഒരു സൗണ്ട്, അതിൻ്റെ ഒരു അക്ഷരം, ഒരു വേർഡ് നിങ്ങൾ എഴുതണം. മൂന്നാമത്തെ വാക്ക് ങ്. ങ് സൗണ്ട്. ഈ സൗണ്ടിന് വരുന്ന ഒരു വാക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 1, 2, 3 സൗണ്ടുകൾ, ഈ സൗണ്ടുകളുടെ വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ എഴുതണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതിയാലും മതി. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോ we can end up today's class. Today we know that this pronunciation class could not be led through this type lectures. It should be there should be practical sessions, unless we could not follow it. So what I have to say to you is that you should practice it in your home and listen to the sounds that produce. You can check many websites. There are many websites and channels. You can check the words and get the sounds and pronounce it and make your language better. That I have to say in this session. So thank you for your listening and watching the video. Okay, thank you once more.